Oh angel, you move with us. Bright and white are you, angel. Oh angel, you move with us. Bright and white are you, angel. Oh angel, you move with us. നല്ലത് പറയും മാലാഖ, നന്മകൾ ചെയ്യും മാലാഖ, നൽവഴി കാട്ടും മാലാഖ, നല്ലൊരു തുണയൻ മാലാഖ. നല്ലത് പറയും മാലാഖ, നന്മകൾ ചെയ്യും മാലാഖ, നൽവഴി കാട്ടും മാലാഖ, നല്ലൊരു തുണയൻ മാലാഖ. Bright and white are you, angel. Oh angel, you move with us. Bright and white are you, angel. Oh angel, you move with us. കൂട്ടിനുണ്ടൊരു മാലാഖ, കൺമണി പോലൊരു മാലാഖ, എന്നുമെന്നും കാവൽ നിൽക്കും സെറാഫിൻ എന്നൊരു മാലാഖ. Bright and white are you, angel. Oh angel, you move with us. Bright and white are you, angel. Oh angel, you move with us. La 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 साथे हैं सराफिन, सुंदर है उनके आगे, चलते चलते हमके साथ सहारा देता है सदा. Bright and white are you, angel. Oh angel, you move with us. Bright and white are you, angel. Oh angel, you move with us. Serafin, 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 Serafin. എന്താ ചിക്കു, ആളില്ലാത്ത സമയം നോക്കി എന്താ ഇവിടെ പരിപാടി? ഇത് എന്റെ വീടാണ്, അതുകൊണ്ട് ഏത് സമയം ഞാൻ ഇവിടെ ചുറ്റിത്തിരിയും. ഒന്ന് ചുമ്മാതിരിക്കില്ലേ, വീട്ടുകാരുള്ളപ്പോൾ നിന്റെ പൊടി പോലും ഈ വീട്ടിൽ കാണില്ല. ഇപ്പോൾ അവരെവിടെയോ ഒരു യാത്ര പോയി തക്ക നോക്കി ഇറങ്ങിയിരിക്കുകയാണല്ലേ. കൊള്ളാം കൊള്ളാം. ഞാൻ എപ്പോഴും ഇവിടെ വരാറുണ്ടല്ലോ. ഇവിടുത്തെ കുട്ടികൾ എനിക്ക് ഭക്ഷണവും തരാറുണ്ട്. നമ്മളും ഈ ഭൂമിയുടെ അവകാശികളല്ലേ, അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് ചുറ്റിത്തിരിയാം. നമ്മൾ ഒരേ വീട്ടിലെ അന്തേവാസികളായിട്ടും ഇതുവരെ പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ ലൗലി, 4-5 വർഷമായി ഞാനിവിടെ ഉണ്ട്. ഞാൻ ചിക്കു, ഞാനുമുണ്ട് 4-5 വർഷമായി ഇവിടെ.
ഞാൻ ലില്ലിക്കുട്ടി, ഇവിടത്തെ വല്യമ്മച്ചിയുടെ കൂടെ നാട്ടിൽ നിന്ന് വന്നതാ. ഇവിടെ ഈ വീട്ടുകാരുള്ള ദിവസം ഭയങ്കര രസമാണ്. അവരെ പേടിച്ചിട്ടാണേലും നമുക്ക് ബോറടിക്കാതിരിക്കാം. പക്ഷേ ഇപ്പോൾ വല്ലാതെ ബോറടിക്കുന്നുവല്ലേ? അതെ അതെ, ബോറടി തന്നെ. പക്ഷേ ഇവിടെ ഒരു കുഴപ്പക്കാരൻ പയ്യനുണ്ട്. അവൻ ചിലപ്പോൾ എന്നെ ഉപദ്രവിക്കും. അവൻ നിന്നെ മാത്രമല്ല എല്ലാവരെയും ഉപദ്രവിക്കുന്ന കുട്ടിയാ. ഇടയ്ക്ക് ഞാനൊരു കുത്തു വെച്ചു കൊടുത്തു. അവൻ വേദന കൊണ്ട് പുളഞ്ഞു. പക്ഷേ അവൻ കരഞ്ഞപ്പോ വല്യമ്മച്ചിക്ക് വിഷമമായി. അപ്പോൾ എനിക്കും വിഷമമായി. അതൊക്കെ പോട്ടെ, എനിക്കാണെങ്കിൽ വല്ലാതെ ബോറടിക്കുന്നു. നമുക്ക് എവിടെയെങ്കിലും പോയാലോ? എവിടേക്ക്? ഹേ, ഞാനില്ല. അവസാനം സമയത്ത് തിരികെ വരാൻ പറ്റിയില്ലെങ്കിൽ വല്യമ്മച്ചി വിഷമിക്കും. അങ്ങനെയൊന്നുമില്ലെന്നേ, നമുക്ക് അതിവേഗം തിരികെ എത്താം. നമുക്ക് കുന്നിൻ ചെരുവിലേക്ക് പോകാം. എന്നാലും അത് വേണോ? നമുക്ക് പോയിട്ട് വേഗം വരാം ലില്ലിക്കുട്ടി. നമുക്ക് പോയിട്ട് വേഗം വരാം ലില്ലിക്കുട്ടി. ശരി ശരി, എന്നാൽ പോകാം. എന്താ ലില്ലിക്കുട്ടി, എന്തു പറ്റി? ആരോ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കണ്ടിട്ട് വേട്ടക്കാരനാണെന്നാ തോന്നുന്നേ. കയ്യിൽ തോക്കൊക്കെ ഉണ്ട്. അയ്യോ, തോക്കോ? നമ്മളിനി എന്തു ചെയ്യും? നിങ്ങൾ എന്തിനു പേടിക്കണം? അഥവാ അവർ നമ്മളെ കണ്ടാൽ എന്നെ കൊണ്ടുപോകൂ. അവർ എന്നെ കൊന്നു തിന്നും. നമുക്ക് എവിടെയെങ്കിലും ചെന്ന് ഒളിച്ചാലോ? ശരിയാ, അതാ നല്ലത്. നോക്കിയടാ, ഒരു ഗുഹ. നമുക്ക് അതിനുള്ളിലേക്ക് പോയാലോ? അതിനുള്ളില് വല്ല മൃഗങ്ങളും ഉണ്ടെങ്കിലോ? ഏയ്, അതിനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. അയ്യടാ, എനിക്ക് വയ്യ അങ്ങോട്ടേക്ക് പോകാൻ. വല്ല കടുവയോ സിംഹമോ പിടിച്ചാൽ ഒരു രസവും ഉണ്ടാവില്ല. അയ്യോ, നമ്മുടെ ലില്ലിക്കുട്ടി അതിനുള്ളിലല്ലേ? അയ്യോ, അവളുടെ കാര്യം. ഇതൊന്നും അറിയാതെ അവൾ അതിനുള്ളിൽ അകപ്പെട്ടു പോയല്ലോ. നമ്മൾ ഇനി എന്ത് ചെയ്യും? അവളുടെ കാര്യം ആകെ കഷ്ടത്തിലായല്ലോ. ലില്ലിക്കുട്ടി, ലില്ലിക്കുട്ടി, വല്യമ്മച്ചിയുടെ ചക്കരക്കുട്ടി, നീ എവിടെയാ? ഓ, ഒന്ന് നിർത്ത് വല്യമ്മച്ചി. എപ്പോ നോക്കിയാലും ലില്ലിക്കുട്ടി, ചക്കരക്കുട്ടി. ഷോ, വല്യമ്മച്ചിക്ക് ഞങ്ങളോടുള്ളതിനേക്കാൾ ഇഷ്ടം ആ ആട്ടിൻകുട്ടിയോടാ. എടാ മോനെ, എനിക്കെന്റെ പക്രുമോൻ പ്രിയപ്പെട്ടതാ. പക്ഷേ അതുപോലെ ലില്ലിക്കുട്ടിയും വല്യമ്മച്ചിയുടെ ജീവനാ. അവൾക്ക് ഞാനെന്ന് പറഞ്ഞാലും ജീവനാ. ഹോ, ഇവളിതെവിടെ പോയി? ലില്ലിക്കുട്ടി മോളെ. അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും വല്യമ്മച്ചി. നമുക്ക് പിന്നീട് നോക്കാം. ഇല്ല മോനെ, എന്റെ കാൽപെരുമാറ്റം കേട്ടാൽ ഇവിടേക്ക് ഓടി വരുന്നവളാ. ഇപ്പോ അവൾ എവിടെയാണോ എന്തോ. ലില്ലിക്കുട്ടി മോളെ. എന്താ മച്ചി, ലില്ലിക്കുട്ടി എവിടെ പോയി? അറിയില്ല മോനെ, ഒന്നും അറിയില്ല.
കുഴപ്പമായല്ലോ ചിക്കു. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കിനി ഒന്നും ചെയ്യാനില്ല. നമുക്ക് തിരിച്ചു പോകാം. ഇനി ഇവിടെ നിന്നാൽ അപകടമാണ്. അയ്യോ, അപ്പോൾ നമ്മുടെ ലില്ലിക്കുട്ടി? അവളുടെ കാര്യം ദൈവം നോക്കിക്കൊള്ളും. നമുക്ക് ഇവിടെ നിന്നും പോകാം. അമ്മച്ചി കരയാതിരിക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം. അതെ, ഞാനൊന്ന് പുറത്തേക്ക് പോയി തിരക്കാം. അതേ വല്യമ്മച്ചി, ഞാനും പോകാം ലില്ലിക്കുട്ടിയെ തിരക്കി. എന്റെ കർത്താവേ, വല്ല കാട്ടുമൃഗങ്ങളുടെയും കയ്യിലകപ്പെട്ടു പോയാന്തോ എന്റെ ലില്ലിക്കുട്ടി. അയ്യോ. ജോബി, ജോളി, എന്താ ബക്രോ, നിനക്ക് എന്തു പറ്റി? എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? നമ്മുടെ ലില്ലിക്കുട്ടിയെ കാണാനില്ല കൂട്ടരെ. നിങ്ങൾക്കറിയാമല്ലോ വല്യമ്മച്ചിക്ക് ലില്ലിക്കുട്ടി ഇല്ലാതെ പറ്റില്ലെന്ന്. വല്യമ്മച്ചി ഭയങ്കര വിഷമത്തിലാ. അയ്യോ, ലില്ലിക്കുട്ടി എവിടെ പോയി? അറിയില്ല. ഞാൻ ലില്ലിക്കുട്ടിയെ തിരക്കി ഇറങ്ങിയതാ. നിങ്ങൾ കൂടി ഒന്ന് വരുമോ? വരാം. നീ നേരെ കുന്നിൻ ചെരുവിൽ നോക്കൂ. അപ്പോഴേക്കും ഞങ്ങൾ ചെമ്പരത്തി കുന്നിൽ ലില്ലിക്കുട്ടി ഉണ്ടോ എന്ന് നോക്കാം. അമ്മേ, ഞങ്ങൾ ചെമ്പരത്തി കുന്നിലേക്ക് പോയിട്ട് വരാം. ശരി മക്കളെ. ജോളി, ലില്ലിക്കുട്ടി എവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഇടയ്ക്ക് വല്യമ്മച്ചിയുടെ കൂടെ നമ്മൾ എല്ലാവരും കൂടി ഇവിടെ വന്നതുകൊണ്ട് ലില്ലിക്കുട്ടി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുമെന്ന് കരുതി. പക്ഷേ ഇല്ലല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്തു ചെയ്യാൻ? നമുക്ക് സെറാഫിനെ വിളിക്കാം. അതെ അതെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരെ. പ്രൈസ് ദി ലോർഡ് സെറാഫിൻ. എന്താ കൂട്ടുകാരെ, നിങ്ങളെ കണ്ടിട്ട് എന്തോ വിഷമമുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. സെറാഫിൻ, നമ്മുടെ ലില്ലിക്കുട്ടിയെ കാണുന്നില്ലെന്ന് കുറച്ചു നേരത്തെ പക്രു ഞങ്ങളോട് വന്ന് പറഞ്ഞു. സെറാഫിൻ അറിയാമല്ലോ, വല്യമ്മച്ചിക്ക് ലില്ലിക്കുട്ടിയെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ലെന്ന്. വല്യമ്മച്ചി വലിയ വിഷമത്തിലാണെന്നാ പക്രു പറഞ്ഞത്. അപ്പോൾ അതാണ് പ്രശ്നം. പേടിക്കേണ്ട കൂട്ടുകാരെ, ഞാൻ നിങ്ങളെ സഹായിക്കാം. കൂട്ടുകാരെ, പക്രുവിന്റെ വീട്ടിൽ എല്ലാവരും പുറത്തുപോയ സമയത്ത് ലില്ലിക്കുട്ടി കുന്നിൻ ചെരുവിലേക്ക് പോയി. അയ്യോ, ഒറ്റയ്ക്കോ? ഒറ്റയ്ക്കല്ല, കൂടെ പക്രുവിന്റെ വീട്ടിലെ ഒരു പൂച്ചയും എലിയും ഉണ്ടായിരുന്നു. എന്നിട്ടെന്താന്നോ, ലില്ലിക്കുട്ടി ഇപ്പോൾ ഒരു അപകടത്തിൽ പെട്ടിരിക്കുക. എന്ത് അപകടത്തിൽ? നിങ്ങൾ നിങ്ങളുടെ കൈകൾ എൻ്റെ കയ്യിലേക്ക് വെക്കൂ, എന്നിട്ട് കണ്ണടയ്ക്കൂ. എല്ലാം ഞാൻ കാട്ടിത്തരാം. അയ്യോ, പാവം ലില്ലിക്കുട്ടി. നമുക്ക് അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. രക്ഷിക്കാം കൂട്ടുകാരെ, നിങ്ങൾ എൻ്റെ തോളിലേക്ക് കയറിക്കോളൂ. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം.
കണ്ണടിച്ചുപോയി. കലക്കി സെറാഫിൻ, കലക്കി. ഇത്തവണത്തെ ഫാൻസി ഡ്രസ്സും ഉഗ്രനായി. അതെ അതെ, സെറാഫിൻ ഒരു സംഭവം തന്നെ. അവസരോചിതമായി നിങ്ങളെ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് തുണയായത്. അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ. ശരിയാ, പാവം ലില്ലിക്കുട്ടി. അവൾ ഇപ്പോൾ ആ ഗുഹയിൽ പേടിച്ചു നിൽക്കുകയാണോ? ഇല്ല, ഇപ്പോഴേക്കും ലില്ലിക്കുട്ടി വീട്ടിലെത്തിയിട്ടുണ്ടാവും. വല്യമ്മച്ചി അവളെ മാറോടണിക്കുന്നുണ്ടാവും. എന്നാൽ പിന്നെ നമുക്ക് പക്രുവിന്റെ വീട്ടിലോട്ട് പോയാലോ? പിന്നെന്താ? നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടെന്നാണടി മോളെ ഞാൻ കരുതിയത്. എന്തായാലും എനിക്ക് സന്തോഷമായി. ഇവളിവിടെ വന്നോ? ഞാൻ ഈ ലോകം മുഴുവൻ ചുറ്റി, എന്നിട്ട് ഇവളെ കണ്ടില്ലല്ലോ. ലില്ലിക്കുട്ടി ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയതാടാ പക്രു. നമ്മൾ വെറുതെ പേടിച്ചു. കൊള്ളാം. ഇനി എങ്ങാനും ലില്ലിക്കുട്ടി ഇവിടെ നിന്ന് ഇറങ്ങിയെന്ന് ഞാൻ അറിഞ്ഞാൽ ശരിയാക്കി തരുന്നുണ്ട് കേട്ടോടി. ഓ, കുഴപ്പമില്ല. നീ എവിടെ വേണമെങ്കിലും പോയിക്കോ ലില്ലിക്കുട്ടി, ഞാനൊന്നും പറയുന്നില്ലേ. നേർവഴി വിട്ടു നടക്കുന്നവർ കർശനമായ ശിക്ഷണത്തിന് വിധേയരാകും.